തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കടയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരു കൂട്ടം RSS പ്രവർത്തകർ ഒരു വീട് കയറി ആക്രമിച്ചു എന്നുള്ളൊരു വാർത്ത കേട്ടതിനെ തുടർന്നാണ് ഞങ്ങൾ എത്തിയത്. എന്ന് വെച്ചാൽ നമ്മൾ AC വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇവിടെ എല്ലാവരും ഉയർന്ന ജാതിക്കാരാണെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് ഒരു പൈപ്പിൽ നിന്ന് പോലും നമ്മൾ വെള്ളം എടുക്കാൻ താമസിക്കും. നമ്മൾ വെള്ളം എടുക്കണമെങ്കിൽ അവരെല്ലാവരും എടുത്ത ശേഷം നമ്മൾ വെള്ളം എടുക്കാൻ താമസിക്കും. അവർ വരുമെങ്കിൽ നമ്മൾ മാറി നിന്ന് കൊടുക്കണം. ഈ 2 ആമക്കളും അവരെ കാണുമ്പോൾ മുണ്ടൗത്തിടണം. അതൊക്കെയാണ് അവർ അല്ലെങ്കിൽ പറയാം അഹങ്കാരികളെന്ന് പറയും. അങ്ങനെ ഈ AC വിഭാഗത്തിലുള്ള എല്ലാ ജാതിക്കാരെയും എല്ലാ ആൺകുട്ടികളെയും ഇവർ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു. ഒരു രീതിയിൽ നമുക്കൊന്നും എതിർത്ത് സംസാരിച്ചുകൂടാ. അന്ന് നീചമായിട്ടാണ് എൻ്റെ മക്കളെ 2 പേരെ വലിച്ചെടുത്തുകൊണ്ട് പോയത്. നീചമായിട്ട് ഒരു മനുഷ്യന് ചെയ്യാത്ത പാടാണ് ചെയ്തത്. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഇളയ മോൻ്റെ ചോര നാക്കിനെ അവർ അറുത്ത് മുറിക്കും. തിരുവനന്തപുരം പേരൂർക്കടയിൽ സംഭവിച്ചാണിത്. യഥാർത്ഥ ഇന്ത്യൻ വിപ്ലവം ഇന്നും പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. അത് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ബ്രിട്ടീഷുകാരെക്കാൾ കൂടുതൽ നൂറ്റാണ്ടുകളോളം നമ്മളെ അടിമകളാക്കി വെച്ചത് ആരാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഈ ആര്യ നികൃഷ്ട വർഗീയ വിഷങ്ങൾ മനുഷ്യത്വ രഹിതമായിട്ടുള്ള നിയമങ്ങൾ പോലും മാറ്റി എഴുതിയവരാണ് ബ്രിട്ടീഷുകാര്. അങ്ങനെയുള്ള കാർകോടക നിർഗുണ ജീവികളിൽ നിന്ന് നല്ലതൊന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട. ഇങ്ങനെയുള്ള നികൃഷ്ട ജീവികളുടെ ഇടയിൽ നിന്ന് നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സംഘടിക്കുക എന്നുള്ളത് മാത്രമാണ്. ഒറ്റക്കെട്ടായി നിന്ന് വർഗീയ ശക്തികൾക്കെതിരെ പോരാടുക. അതിന് ബ്രിട്ടീഷുകാരോട് കാണിച്ച അനുകമ്പ പോലും ഇവന്മാരോട് കാണിക്കേണ്ട ആവശ്യമില്ല. 2 നൂറ്റാണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ നാട് കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുമപ്പുറം നൂറ്റാണ്ടുകളോളം നമ്മുടെ സ്വന്തം ജനങ്ങൾ തന്നെ നമ്മളെ അടിമകളാക്കി വെച്ചതാണ്. ഇന്നും അവർ അതിനു വേണ്ടി തുനിയുന്നു. ഏത് ബ്രിട്ടീഷുകാരെ പോലെ തന്നെ വലിഞ്ഞു കയറി കാല് നക്കി കയറി വന്നവന്മാരാണ് ഇതും എന്ന് മനസ്സിലാക്കണം.